ഹലോ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റിയലൈസിനെ കുറിച്ചാണ്. എന്താണ് റിയലൈസേഷൻ? പലർക്കും പലതല്ലേ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ വീട്ടില് ഞാൻ, അച്ഛൻ, അമ്മ, അനിയൻ, ഞങ്ങൾ 4 പേരാണ്. നാട്ടിലായിരുന്നപ്പോൾ ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. അച്ഛൻ, അമ്മ ഇവരാണ് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അമ്മ എന്നോട് പറയും, നീ അത് ചെയ്, ഇത് ചെയ്, ഇന്നത് ചെയ്. അപ്പം ഞാൻ പറയും, പിന്നെ ചെയ്യാമ്മ ഇത് മാറ്റി മാറ്റി വെക്കും. പിന്നീടാണ് എൻ്റെ വിസ വന്നു. ജർമ്മനിയിലോട്ട് വരാൻ അവർ എന്നെ വിളിച്ചു. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കേട്ടോ. അങ്ങനെ അവസാനം ഞാൻ ജർമ്മനിയിലെത്തി. ജർമ്മനി വന്നിട്ട് വീട്ടിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അച്ഛനില്ല, അമ്മയില്ല, ഫ്രണ്ട്സ് ഇല്ല. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എല്ലാവരും പല സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ബാക്കി ഫ്രണ്ട്സൊക്കെ വേറെ റൂമിലാണ്. അവരൊക്കെ വേറെ നാട്ടുകാരാണ്. എനിക്ക് തന്നെയാണ് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ കുക്ക് ചെയ്യണമല്ലോ എനിക്ക് വേണ്ടത്. വേറെ ആരും നമുക്ക് ഉണ്ടാക്കി തരാൻ പോണില്ല. അങ്ങനെ ആരുമില്ല. വല്ലതും തിന്നണമല്ലോ. എപ്പോഴും പോയി കടയിൽ പോയി വാങ്ങിക്കാനും പറ്റില്ല. എന്നിട്ടെന്താ, ഞാൻ തന്നെ ഒന്ന് കുക്ക് ചെയ്യാന്ന് വെച്ചു. ഫസ്റ്റ് കുക്ക് ചെയ്യണത് ചിക്കൻ കറി ആട്ടോ. ഞാൻ നാട്ടിൽ നോൺ വെജ് തൊട്ടിട്ടില്ല കറി വെക്കാൻ. എൻ്റെ വീട്ടിൽ തുടിപ്പിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതൊരു വെച്ചിട്ടില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ആദ്യമായിട്ട് ചിക്കൻ കറി വെക്കണ്ടേ എന്നറിയില്ലല്ലോ. അപ്പൊ തന്നെ ഞാൻ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചു, അമ്മ ചിക്കൻ കറി എങ്ങനെയാ വെക്കണേ ഒന്ന് പറഞ്ഞു തരാമോന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ എനിക്കൊരു വോയിസ് അയച്ചു. ഞാൻ അത് കേട്ട് വെക്കാൻ തുടങ്ങി. ഇത് ചിക്കൻ കറി വെച്ച് കഴിഞ്ഞപ്പോ അന്ന് സെറ്റായി. ഞാൻ തന്നെ വിചാരിച്ചില്ല എനിക്കിത് വെക്കാനുള്ള കഴിവുണ്ടായിരുന്നോ. ഞാൻ തന്നെ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ചിക്കൻ കറി എനിക്ക് വെക്കാൻ പറ്റും, കോളമാവുമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ഞാൻ എല്ലാം വെച്ചു. ബിരിയാണി വെച്ചു, ബീഫ് സ്റ്റൂ വെച്ചു, ദോശ, അപ്പം, പല പല കറികൾ എല്ലാം ഞാൻ വെക്കാൻ തുടങ്ങി. എന്നിട്ടെന്താ, ഞാൻ മനസ്സിലാക്കി എനിക്കിതിനുള്ള കഴിവുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ റിയലൈസ് ചെയ്തു, നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ നമുക്ക് അവർ ചെയ്തു തരും, അവരത് ചെയ്തു തരും എന്നൊരു ഇതുകൊണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അനങ്ങൂല. നമ്മൾ മടി പിടിച്ചിരിക്കും. നമുക്ക് എന്താണ് നമ്മൾ ചെയ്താൽ ശരിയാവൂല എന്നൊരു തോട്ട് നമ്മളിരിക്കും. അവരിത് ചെയ്യും, പിന്നത്തെ നമ്മൾ മാറ്റി വെക്കും. പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അങ്ങനെയല്ല. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കും. നമുക്ക് തിന്നണമല്ലോ, അത് എന്ത് കാര്യമായിക്കോട്ടെ, അപ്പം നമ്മൾ തന്നെ ചെയ്തു തുടങ്ങും. അങ്ങനെയാണ് ഞാൻ എൻ്റെ കഴിവ് റിയലൈസ് ചെയ്തതും പിന്നീട് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒന്നും നടക്കില്ല എന്നൊരു കാര്യം റിയലൈസ് ചെയ്തു. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, എബ്രോഡ് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക.